ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 9 നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിലെ തേർഡ് എക്സസൈസിലെ 4th ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എക്സ്പ്രസ് 0.9999 ദ ഫോളോയിങ് ഇൻ ദ ഫോം പി ബൈ ക്യൂ. ആർ യു സർപ്രൈസ്ഡ് ബൈ യുവർ ആൻസർ? വിത്ത് യുവർ ടീച്ചർ ആൻഡ് ക്ലാസ്മേറ്റ്സ് ഡിസ്കസ് വൈ ദ ആൻസർ മേക്ക് സെൻസ്. ചെയ്ത് നോക്കാം. ഇതിൻ്റെ തൊട്ട് മുന്നുള്ള എക്സസൈസ് സൊല്യൂഷൻസ് നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണണേ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 0.9999 എന്നാണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എക്സ് ഈക്വൽസ് ടു 0.9999 അങ്ങനെ കണ്ടിന്യൂ എഴുതി കൊടുക്കാം. ഇവിടെ 9 എന്ന ഒരു ഡിജിറ്റ് മാത്രമാണ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും 10 മൾട്ടിപ്ലൈ ചെയ്യാം. 10 into x 10x equals to 0.9999 into 10. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10x equals to 9.9999 അങ്ങനെ റിപ്പീറ്റ് ആവുന്നു. ഇനി വേണ്ടത് എന്താ? ഈ x equal to 0.99 ആ ഒരു ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് പറയാം. പിന്നെ 10x equals to 9.999 നമുക്ക് ഇക്വേഷൻ 2 എന്നും വിളിക്കാം. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യാം. അതായത് 10x മൈനസ് എക്സ് ഈക്വൽസ് ടു 9.9999 മൈനസ് 0.9999 നമുക്ക് എഴുതി സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 9.9999 മൈനസ് 0.9999 9 minus 9 0, 9 minus 9 0, 9 minus 9 0, 9 minus 9 0, 9 minus 0 9. അപ്പോൾ നമുക്കിവിടെ എഴുതാം 10x മൈനസ് എക്സ് ഈക്വൽസ് ടു 9x ഈക്വൽസ് ടു 9. അപ്പോൾ എക്സ് ഈക്വൽസ് ടു 9/9 ആയിരിക്കും. ഈ 9ഉം കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 എന്നാണ്. നമ്മുടെ എക്സ് എന്തായിരുന്നു? 0.999 ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ സൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ആൻസർ ആണെങ്കിലോ 1 എന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണോ ശരിയാവുന്നത്? ഇത് പി ബൈ ക്യൂ ഫോമിലാണോ? പി ബൈ ക്യൂ ഫോമിലാണ്. ഇതിനെ നമുക്ക് 1/1 എന്നെഴുതാമല്ലോ. അപ്പോൾ ഇവിടുത്തെ പി ഈക്വൽസ് ടു 1 ആണ്, ക്യൂ ഈക്വൽസ് ടു 1 ആണ്. ക്യൂ ഈസ് നോട്ട് ഈക്വൽസ് ടു 0. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ എന്താണ് ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത്? 0.999 എന്ന് പറയുന്നതും 1 എന്ന് പറയുന്നതും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ 0.999 എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ചേഞ്ച് മാത്രമാണ് 1ൽ നിന്നും 0.99 ഉള്ളത്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. ഇതിന് മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസും ഇൻട്രഡക്ഷൻ വീഡിയോയും എല്ലാം എല്ലാവരും കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.